Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കണ്ടാവും അല്ലേ, നമ്മുടെ അപ്പുക്കുട്ടനും തോമസുട്ടിയും എവിടെയെന്ന്. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെറിയ വ്യത്യാസം. നമ്മളുടെ വേറെ കുറേ ഫ്രണ്ട്സിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് വരാം. ദൈവം ശിക്ഷിക്കുമോ? ശിക്ഷിക്കും. പാപം ചെയ്താൽ ശിക്ഷിക്കും. ശിക്ഷിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ശിക്ഷിക്കും. ശിക്ഷിക്കും. ഏയ് ഇല്ല ഇല്ല ഇല്ല. ശിക്ഷിക്കും. ദൈവം ശിക്ഷിക്കൂല. ശിക്ഷിക്കും. ഇല്ല. ഇപ്പം എല്ലാവരോടും ചോദ്യം ചോദിക്കുന്നത് കേട്ടില്ലേ? അതേപോലെ നിങ്ങളോടും ചോദിക്കട്ടെ, ദൈവം ശിക്ഷിക്കുമോ? പേടിക്കണ്ട, നമ്മൾക്ക് നമ്മുടെ ആൻറ്റി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾക്ക് ആൻറ്റിയുടെ അടുത്ത് തന്നെ പോയിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പം അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുകൃതജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഓക്കെ, ഇനി സുകൃതജപം. ഈശോയെ, ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം നമ്മളെ ശിക്ഷിക്കുമോ? ദൈവം നമ്മളെ ശിക്ഷിക്കുമോ? ഇല്ല, ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കുന്നില്ല. കാരണം ദൈവം സ്നേഹമാണ്. ബൈബിളിൽ നമ്മൾ പലയിടത്ത് വായിച്ചിട്ടില്ലേ, ദൈവം സ്നേഹമാണ്. ആ സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചിലതെല്ലാം ശിക്ഷയെ അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ പഞ്ചസാരയ്ക്ക് ഉപ്പിൻ്റെ രുചി വരുമോ? ഇല്ല. ഉപ്പിന് എരിവിൻ്റെ ഇത് കിട്ടുമോ? ഇല്ല. എന്ന് പറയുന്ന പോലെ സ്നേഹമായ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം സ്നേഹം മാത്രമായിരിക്കും. പിന്നെ ഇപ്പം നമ്മളോട് അമ്മ പറയുകയാണ്, മക്കളെ നിങ്ങൾ ആ വഴിക്ക് പോകല്ലേ, അവിടെ ഒരു വലിയ കുഴിയുണ്ട്, നിങ്ങൾ അതിൽ കൂടെ നടക്കരുതെന്ന് പറയണം. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അതിൽ കൂടെ നടക്കുന്നു, നമ്മൾ ആ കുഴി വീഴുന്നു, വീണ് കഴിയുമ്പോൾ നമ്മുടെ മുട്ടൊക്കെ പൊട്ടുന്നു. ഇത് ശിക്ഷയാണോ? അല്ല, ഇത് അമ്മ തരുന്ന ശിക്ഷയല്ല. ഇത് നമ്മൾ അനുസരിക്കായക മൂലം നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതാണ്. പക്ഷെ നമ്മളത് ചില സമയത്തെങ്കിലും ശിക്ഷയായിട്ട് എടുക്കാറുണ്ട്. ദൈവം സ്നേഹം മാത്രമാണ്. അപ്പോൾ ആൻറ്റി, ആദത്തിനെയും ഹൗവയെയും പർദീസയിൽ നിന്ന് പുറത്താക്കിയില്ലേ, അതൊരു ശിക്ഷയല്ലേ? നല്ല ചോദ്യം. ആദവും ഹൗവയും പർദീസയിൽ പിതാവായ ദൈവത്തോടൊപ്പം ജീവിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, അവിടെ 2 വൃക്ഷം ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ വൃക്ഷം? നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും. എന്നിട്ട് ദൈവം പറഞ്ഞു, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുതെന്ന്. അവിടെ സാത്താനാൽ കബളിപ്പിക്കപ്പെട്ട് ഹൗവ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം കഴിച്ച കഥ നിങ്ങൾക്കറിയാലോ. ഇവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ജീവന്റെ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താ? ഏതവസ്ഥയിലാണോ നമ്മൾ ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്നത്, ആ അവസ്ഥയുടെ പൂർണ്ണത. അതായത് നമ്മൾ സന്തോഷമുള്ളപ്പോഴും നമുക്ക് സമാധാനമുള്ളപ്പോഴും നമ്മൾ ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി സമാധാനം. എന്നതുപോലെ ഇവരിങ്ങനെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചു നിൽക്കുമ്പോഴാണ് അവർ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം കഴിക്കുന്നത്. കഴിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പാപം ചെയ്തു, അല്ലേ? അവർ പാപം ചെയ്തു. ഈ പാപം ചെയ്ത അവസ്ഥയിൽ അവരിനി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു തിന്നാൽ എന്തായിരിക്കും? പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചാൽ കൊടും പാപത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, അവർ പാപം ചെയ്ത ഈ സമയത്ത് ഇനി കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു തിന്നാതിരിക്കാനായിട്ട് ദൈവം അവരെ പെട്ടെന്ന് പർദീസയിൽ നിന്ന് പുറത്താക്കി. അപ്പം അതെന്തൊരു സ്നേഹമാണ് ദൈവത്തിൻ്റെ ശിക്ഷയാണോ? നമ്മൾ വലിയ പാതകത്തിലേക്ക് പോകാതിരിക്കാൻ ദൈവം നമ്മളെ പർദീസയിൽ നിന്ന് പുറത്താക്കി. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. ആ പുറത്താക്കൽ പോലും എന്തിനായിരുന്നു? നമ്മളെ അകത്താക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ, ദൈവ മക്കളാക്കാൻ. ആൻറ്റി, ദൈവത്തിന് നമ്മെ പാപം ചെയ്യുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ലേ? നമ്മൾ ഇത്രയും നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവം സ്നേഹമാണെന്ന്, അല്ലേ? ഈ സ്നേഹത്തിൻ്റെ വേറൊരു തലമാണ് ഇപ്പം മോള് ചോദിച്ചത്. കാരണം ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു.
ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. നമ്മളുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത് ഒരു കൃപാവരമാണതൊരു. ദൈവത്തിന് നമ്മളെ വേണമെങ്കിൽ ബലമായിട്ട് പാവയെ പോലെ കൊണ്ട് നടക്കാം. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. അതെങ്ങനെ? നിനക്ക് വേണമെങ്കിൽ ഈ കൃപയിൽ നിന്ന് സ്വീകരിക്കാം, വേണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാതിരിക്കാം. ദൈവം കാത്തിരിക്കും നമുക്ക് വേണ്ടി. നമ്മളോട് പറഞ്ഞു തരും, മക്കളെ ഇതാണ് വഴി, ഇതാണ് നല്ല വഴി എന്ന് പറഞ്ഞു തന്നിട്ട് ദൈവം കാത്തിരിക്കും. നമ്മുടെ തീരുമാനമാണ് ഇതെടുക്കണോ ഇത് എടുക്കണോ എന്നുള്ളത്. നന്മയുടെ വഴി നമ്മൾ തിരഞ്ഞെടുത്താൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. തിരിച്ചാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കും. എന്നാൽ ദൈവം എന്തിനാ നമ്മോട് ഇത്രയും കരുണ കാണിക്കുന്നത്? ഈ കരുണ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ദൈവം പറയുന്ന ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശുദ്ധ ഫൗസ്തീനെ കുറിച്ച്? ദൈവകരുണയുടെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധയിലൂടെ ദൈവം പറഞ്ഞതാണ്, ഒരു ഏറ്റവും വലിയ പാപിക്ക് ആണ് എൻ്റെ കരുണയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുക. കാരണം ഇപ്പം മക്കളെ ഓർത്ത് നോക്കിയേ, അമ്മ വരികയാണ്, 2 മക്കളുണ്ട്. ഒരു മോള് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു കുഴപ്പമില്ല, ഒരു മോള് വീണു ചെളിയൊക്കെ പറ്റി ഉരുണ്ട് വീഴുമ്പോൾ അമ്മ വന്ന് ആദ്യം എടുക്കണം ആരെയാ? ഈ മോളെ എടുക്കും. ആ ചെളിയുള്ള മോളെ എടുത്ത് കയ്യിൽ വയ്ക്കും. മറ്റേ മോള് ഒരു കുഴപ്പമില്ല എന്നതുപോലെ ദൈവം പാപിയെ തേടി വരികയാണ്, പാപിയെ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ ധൂർത്തപുത്രൻ്റെ ഉപമ കേട്ടിട്ടുണ്ടോ? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എന്താ പറയുന്നേ? ദൈവം ഒരു പിതാവ് കാത്തിരിക്കുകയാണ്. മൂത്ത മോൻ കൂടെയുണ്ട്, ഇളയ മോന് വേണ്ടി കാത്തിരിക്കുന്നു. മോൻ വരുമ്പോൾ എന്താ ചെയ്യണേ? പിതാവ് ഓടി ചെല്ലുന്നു, മകനെ കെട്ടിപ്പിടിക്കുന്നു, എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഇതുപോലെ നമ്മൾ വേറൊരു ഉപമയും കൂടെ ബൈബിളിൽ കാണുന്നുണ്ട്. അതെന്താണെന്നറിയോ? കാണാതായ ആടിൻ്റെ ഉപമ. അതായത് 100 ആടുണ്ടായിരിക്കെ 99 എണ്ണം ഉള്ളപ്പം ഒരാടിനെ കാണാതെ പോകുന്ന ആ ആടിനെ അന്വേഷിച്ചിറങ്ങുന്ന ഇടയൻ്റെ കഥ. അതായത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ചിത്രമാണ് നമുക്ക് തരണേ. പാപിയെ തേടി ഇറങ്ങുന്ന ദൈവം തേടി ഇറങ്ങുകയാണ്. കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾ പോലും നഷ്ടപ്പെടരുതെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതിനുവേണ്ടി ദൈവം ഇറങ്ങുകയാണ്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചില്ലായിരുന്നോ? ജീവൻ്റെ അപ്പം നേരത്തെ പറഞ്ഞില്ലേ, ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ആ ജീവൻ്റെ വൃക്ഷം ഇന്നിതാ ഭൂമിയിലേക്ക്. ജീവൻ്റെ അപ്പം നമ്മൾ നിത്യവും സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യമായിട്ട് ഈശോ വരിക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരുണ, കാരുണ്യമായിട്ട് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പം ദൈവം കരുണയാണ്. 2ാം വരവ് വരെ നമുക്ക് ഈ കരുണ ലഭിക്കും, ദൈവത്തിൻ്റെ കരുണ. നിങ്ങൾ രണ്ടാമത് ചോദിച്ച ചോദ്യമില്ലേ മോൻ, ആർക്ക് വേണമെങ്കിലും ഈ കരുണ ലഭിക്കുമെന്ന്? ആർക്കും ഏത് പാപിക്കും. നമുക്കാണ് ചില സമയത്ത് തെറ്റിപ്പോണേ. നമ്മൾ ചിലപ്പോൾ ചെയ്യില്ല, എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈശോയുടെ അടുത്തോട്ട് പോകാനായിട്ട്, ഞാൻ കള്ളം പറഞ്ഞില്ല, ഞാൻ എങ്ങനെയാ, നമുക്കൊരു മടി വരും. പക്ഷേ ഓടണം ഈശോയുടെ അടുത്തോട്ട്. എന്തെങ്കിലും ചെളി നമ്മുടെ ദേഹത്ത് പറ്റിയാൽ ദൈവത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ ഓടണം. ഈശോയെ എനിക്ക് തെറ്റിപ്പോയി, ഈശോയെ എൻ്റെ മേൽ കരുണ കാണിക്ക് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലണം ദൈവത്തിൻ്റെ അടുത്തോട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ കരുണയുടെ ചിത്രം? ഈശോ ഇങ്ങനെ കൈവരിച്ച് 3 മണിക്ക് നിങ്ങൾ കരുണ കൊന്ത ചെല്ലുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതെല്ലാം നമുക്ക് കരുണ ലഭിക്കുന്നതിനും നമ്മളിലൂടെ ഈ ലോകത്ത് മുഴുവൻ ഈ കരുണ ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആന്റിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയോ? ദൈവം ശിക്ഷിക്കോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലായോ? കരുണ എന്താന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പൊ അടുത്തത് നമ്മൾക്ക് ഒരു ആക്ഷൻ സോങ് കാണാം. അതിനു മുമ്പ് നമുക്ക് വേഗം വചനവും സുകൃതജപവും ഏറ്റു പറയാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇനി സുകൃതജപം. ഈശോയെ ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
അപ്പം നല്ല അടിപൊളി ആക്ഷൻ സോങ് ആയിരുന്നു അല്ലേ? അടുത്തത് നമ്മൾക്കൊരു കഥ കേൾക്കാം. അമ്മാമ്മ നമുക്ക് വേണ്ടി കാത്തിരിക്കും. അമ്മാമ്മ നമുക്ക് പറഞ്ഞു തരാൻ പോണത് വിശുദ്ധ റോസിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് പോയി കേൾക്കാം. വേഗം വചനവും സുഹൃത്ത് പേറ്റ് പറയാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇനി സുഹൃജപം. ഈശോയെ ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ റോസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വിശുദ്ധ റോസ് ജനിച്ചത് സൗത്ത് അമേരിക്കയിലെ ലീമ എന്ന പട്ടണത്തിൽ. അവിടെ തന്നെയാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസും ജനിച്ചത്. അമേരിക്കയിൽ വിശുദ്ധർ വളരെ കുറവാണ്. സാധാരണ ഇറ്റലിയിലാണ് കൂടുതൽ വിശുദ്ധരുള്ളത്. ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ റോസ്. വിശുദ്ധ റോസിൻ്റെ ആദ്യത്തെ പേര്, ജ്ഞാനസ്നാന പേര് ഇസബൽ എന്നായിരുന്നു. ഒരു ദിവസം കുട്ടി ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടിലേക്ക് കിടന്ന് ഉറങ്ങണ സമയം അമ്മ നോക്കുമ്പോൾ മോളുടെ മുഖത്ത് ഒരു റോസപ്പൂ വിടർന്ന് നിൽക്കുന്നത് പോലുള്ളൊരു ഇത് കണ്ട്. ആ ഒരു അതിശയം പലരും കണ്ട്. അന്ന് മുതലാണ് അവൾ റോസായി മാറിയത്. ഇസബൽ മാറി റോസായി. റോസ് എന്നാണ് വിളിച്ചിരുന്നത്. റോസിൻ്റെ സൗന്ദര്യം വർണ്ണന അതീതമായിരുന്നു. അത്ര സൗന്ദര്യവതിയായിരുന്നു. പക്ഷെ അതേസമയം തന്നെ അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തിൽ വളരുകയും ചെയ്തിരുന്നു. ഓരോ ദിവസവും അവൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. സഹനവും ത്യാഗവും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ അവളുടെ വലിയ അനുഭവമായിരുന്നു. ഒരിക്കൽ 3 മാസം പ്രായമുള്ള സമയത്ത് അവളുടെ കൈ ഒരു പെട്ടിയുടെ ഇടയിൽ പോകാനിടയായി. പെട്ടിയുടെ ഇടയിൽ പെട്ടെന്ന് ആരോ അടച്ചപ്പോൾ പെട്ടിയുടെ ഇടയിലായിപ്പോയി കൈ. ഒരു വിരൽ, തള്ള വിരൽ ചതഞ്ഞ് നീര് വെച്ച് വീർത്ത് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിക്കണം. പക്ഷേ ഒരു തുള്ളി കണ്ണുനീര് വരികയോ അല്ലെങ്കിൽ കരയുകയോ ചെയ്തില്ലേ കൊച്ച്. അങ്ങനെ സഹനം അവൾക്ക് വലിയ അനുഭവമായിരുന്നു. ചെറുപ്പം മുതലേ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചാണ് എല്ലാ സഹനവും അവൾ സ്വീകരിച്ചിട്ടുള്ളത്. പല രോഗങ്ങൾ അവൾക്കുണ്ടായിരുന്നു. തന്നെയല്ല, ഈശോയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, ആ കുരിശു രൂപത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എപ്പോഴും ഈ കൊച്ചു പറയുമായിരുന്നു. ഒരു 4-5 വയസ്സായപ്പോൾ മുതൽ പറയുമായിരുന്നു, ഈശോയെ ഞാനങ്ങേ ഒത്തിരി സ്നേഹിക്കണേ, എന്നെ അങ്ങേപ്പോലെ ആക്കി തീർക്കണേ, ഒരു വിശുദ്ധയായി ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്നെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈശോയെ അങ്ങ് ഒരുപാട് എനിക്ക് വേണ്ടി സഹിച്ചില്ലേ, ഈ ലോകത്തിലുള്ള എല്ലാ പാപികൾക്കും വേണ്ടിയല്ലേ അങ്ങ് സഹിച്ചത്, അതുപോലെ തന്നെ എൻ്റെ ഈ സഹനവും അവിടെ നിന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തലയിലൊരു മുൾക്കിരീടം ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ച്, അതുപോലെ തന്നെ കയ്യിൽ നല്ല സൗന്ദര്യവതിയായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ സൗന്ദര്യം കുറക്കാൻ വേണ്ടി ഇവള് ചുണ്ണാമ്പ് വെള്ളത്തിലൊക്കെ കൈ മുക്കി വെച്ച് പൊള്ളിക്കുമായിരുന്നു. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകാൻ സമയമാകുമ്പോൾ അവൾ മുഖത്ത് കുരുമുളക് പൊടി തേച്ച് മുഖം വികൃതമാക്കുമായിരുന്നു. ആരും തന്നെ ശ്രദ്ധിക്കരുത്, താൻ സൗന്ദര്യവതിയാണെന്ന് ആരും പറയരുത്, ആരുടെയും കൃപ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ആരും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. തന്നെയുമല്ല, രാത്രികാലങ്ങളിൽ ഒത്തിരി നേരം അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരുടെ ആ നല്ല ജീവിതത്തിന് വേണ്ടി സ്നേഹവും പരസ്പര സ്നേഹവും ദൈവസ്നേഹവും കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇവളുടെ ചെറിയ ചെറിയ ത്യാഗപ്രവൃത്തികളൊക്കെ അതിനു വേണ്ടി കാഴ്ചവെക്കും. അങ്ങനെ ഒരുപാട് പേരും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്.
തന്നെയുമല്ല, ഇവള് ഭക്ഷിച്ചിരുന്നത് ആഴ്ചയിൽ 3 ദിവസം വെറും ബ്രെഡും വെള്ളവും മാത്രം. ഇതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതും വല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവൾ ഉപവാസമായിരിക്കും. അന്നൊന്നും ഭക്ഷിക്കില്ല, വെറും പച്ചവെള്ളം മാത്രം കഴിച്ചുകൊണ്ട് നടക്കും. ഇങ്ങനെ ഇവളുടെ ത്യാഗപ്രവൃത്തികളും സഹനവും എല്ലാം ഭയങ്കരമായിരുന്നു. വീട്ടുകാർക്കാണെങ്കിൽ ഇവളെ നല്ലൊരാളെ ഏൽപ്പിക്കണം, വിവാഹം കഴിച്ചയക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആഗ്രഹം. അവൾ പക്ഷേ 5 വയസ്സുള്ളപ്പോൾ മുതലേ ഈശോയ്ക്ക് തന്നെ സമർപ്പിച്ച് ആ സമർപ്പണ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവൾക്കൊരു 10-16 വയസ്സായപ്പോൾ ഒരു ദിവസം ഒരാൾ ഇവളുടെ കൈമേൽ നോക്കിയിട്ട് പറഞ്ഞ്, ഓ എന്തൊരഴകുള്ള കൈ. ഇവൾ ഓടിച്ചെന്ന് തൻ്റെ കൈ കുമ്മായത്തിൽ മുക്കി അത് പൊള്ളിയ മാതിരിയാക്കി. ഇതുപോലെയാണ് ആരെങ്കിലും തനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ തൻ്റെ സൗന്ദര്യം ഇല്ലാതാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു കുടുംബത്തിൽ, അതായത് ഒരു പ്രഭു കുടുംബത്തിലെ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞ്, എൻ്റെ ഏക മകനെ കൊണ്ടിവളെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അപ്പോൾ വീട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ധനസ്ഥിതിയുള്ള ഒരു കുടുംബം, ഒറ്റ മകൻ ഒക്കെ. പക്ഷെ ഇവള് പറഞ്ഞ്, ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല, ഞാനൊരാളെ വിവാഹം കഴിച്ച് കഴിഞ്ഞ്, അതായത് എൻ്റെ യേശുവിനെ ഞാൻ മണവാളനായി സ്വീകരിച്ച് കഴിഞ്ഞ്, അതുകൊണ്ട് എനിക്കിനി ആരെയും വിവാഹം കഴിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഒരുപാട് ഭീഷണിപ്പെടുത്തിയൊക്കെ നോക്കി വീട്ടുകാർ, പക്ഷെ ഒന്നും സമ്മതിച്ചില്ല. ആ ഇടയ്ക്ക് തന്നെ ഇവള് ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് ഒരു കന്യാസ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിച്ച്. അങ്ങനെ കന്യാസ്ത്രീ മഠത്തിലായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടി ഇവൾക്ക് ആത്മാക്കളെ നേടാൻ. അങ്ങനെ ഒത്തിരി ആത്മാക്കളെ നേടിയ വലിയൊരു വിശുദ്ധയാണ് റോസ്. ആരാണ്? വിശുദ്ധ റോസ്. വിശുദ്ധ റോസ് സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. പലരും പറയാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യമാണ് റോസിന് കിട്ടിയതെന്ന്. റോസിൻ്റെ ഉത്തമ മാതൃക വിശുദ്ധ കാതറീനായിരുന്നു. കാതറിന് ഇതുപോലെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇപ്പം ഈ വിഷ്വലിൽ കണ്ട കാര്യം നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ടല്ലേ? പക്ഷെ അത് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു മര്യാദയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതൊട്ടുമല്ല. നിങ്ങളുടെ അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ഒരാളാണെങ്കിൽ പോലും അങ്ങനെ ഒരു ബുക്ക് തട്ടിപ്പറിച്ചെടുക്കുക, ബുക്ക് മാത്രമല്ല എന്താണെങ്കിലും അങ്ങനെ തട്ടിപ്പറിച്ചെടുക്കുന്നത് ഒരു മര്യാദയല്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നല്ലെങ്കിൽ അയാൾ അപ്പം തന്നെ തരും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പം അതനുസരിച്ച് ചെയ്യണം. ഓക്കെ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾ കരുണയെക്കുറിച്ച് കുറേ പഠിച്ചു അല്ലേ? നമ്മൾ ഈശോയോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ആഴ്ച ഫുൾ അത് ചെയ്യണം. ഓക്കെ? അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ വചനവും സുകൃതജപവും ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇനി സുകൃതജപം. ഈശോയെ ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.